സത്യപ്രതിജ്ഞനായിട്ടുള്ള മഹാരാജാവ് സത്യം പാലിക്കണമെന്ന് ദേവി പറയുന്നു. പണ്ട് സുരാസുരായോധനാവസാനം മഹാരാജാവ് വാഗ്ദാനം ചെയ്ത 2 വരം ഇപ്പോൾ തരണം. തെല്ലും കൂസലില്ലാതെ കൈകേയി വരങ്ങളെ പറയുന്നു. 1. ഭരതനെ രാജ്യാഭിഷേകം ചെയ്യുക. മറ്റേത് ശ്രീരാമൻ 14 വർഷം കാനനത്തിൽ വാഴുക. ശ്രീരാമൻ കാനനത്തിൽ പ്രഭാതത്തിൽ പോയില്ല എങ്കിൽ മരണമാണു തനിക്കെന്നു കൈകേയി. മഹാരാജാവ് ചിത്തഭ്രമം ബാധിച്ചവനെ പോലെയായി. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവാൻ വ്യർത്ഥമാക്കിയിടായ്ക സത്യത്തെ മന്നവ. എങ്കിലോ പണ്ടു സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വീണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു. ഭവാങ്കലതു 2 ഇച്ഛയുണ്ടിന്നു വാങ്ങിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണമെന്നതും. പിന്നെ മറ്റേതു രാമൻ വനവാസത്തി നിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ. കാലം 14 വത്സരം വാഴണം. മൂലബലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം. രാമനുഷസി വനത്തിനു പോകണം. എന്നിവ 2 വരങ്ങളും നൽകുകിൽ ഇന്നു മരണം എനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ. വജ്രമേറ്റദ്രി പതിച്ച പോലെ ഭുവി സജ്വരചേതസാ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നിർബാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിഹ. ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യുസമയമുപസ്ഥിതമാകയോ. കിമേതൽകൃതം ശങ്കരാദൈവമേ പങ്കജാലോചന ഹാ പരബ്രഹ്മമേ.